ഇവിടുത്തെ ആളുകളൊക്കെ ഒരു പണിക്കും പോണ്ട് ഇങ്ങനെ കറങ്ങിടക്കാം. ഇവർക്കൊക്കെ ജയിലിൽ വന്ന് കിടന്നൂടെ? എന്നിട്ട് എന്തിനാ? നമുക്കൊരു ഉഷാറായനെ. ആ എത്തിയോ? എത്ര നാളുണ്ടാവും ഇവിടെ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ബോറടിക്കുമ്പോ പോവും. താക്കോല് അല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ രമണിയുടെ വീട്ടിൽ വെച്ചങ്ങനെ മറന്നോ? ആകെ പൊടിയും വലയും പിടിച്ച് കിടക്കുകയായിരിക്കും. എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടൂടായിരുന്നു. ഇല്ല, എനിക്ക് അതല്ലയോ പണി. ഈ പൊടി മുഴുവൻ അടിച്ചു വരട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കിടക്കാൻ. ആ നിനക്ക് ആ വീട് നന്നാക്കിട്ട് അവിടെ താമസിച്ചൂടെ? അതിന് എന്റെ കയ്യിൽ അവിടെ കാശ്. എനിക്ക് വല്ലപ്പോഴും കയറി കിടക്കാൻ അച്ഛൻ ഉണ്ടാക്കിയ കടയില്ലേ? ഇതിലും ഭേദം ജയിലിൽ കിടക്കുന്നതാ ഒരു കട. എനിക്കതാ ഇഷ്ടം. എടുത്താ. അയ്യോ, അച്ഛനമ്മേനും ചെതലരിക്കണം. ഭാഗ്യം തല പോയിട്ടില്ല. എടുക്ക്. ഇതേതെങ്കിലും സ്റ്റുഡിയോ കൊടുത്ത് ലാമിനേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ വീണ്ടും ചെതൽ കയറും. ഈ ചെതലിനോടൊക്കെ ഞാനെന്ത് ദ്രോഹം ചെയ്തിട്ടാ? നീ ഇങ്ങനെ വല്ലവരും ചെയ്യുന്ന കേസുകൾ ഏറ്റെടുത്ത് ജയിലിൽ പോയി കിടന്നാ ഇതെല്ലാം ചെതലെടുത്ത് നശിക്കത്തേ ഉള്ളൂ. നീ ഈ കടയിൽ എന്തെങ്കിലും കച്ചവടം ചെയ്ത് മര്യാദക്ക് ഇവിടെ ജീവിക്കാൻ നോക്ക്. അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട സേവിയറേട്ടാ. ഇവന് പ്രാന്താന്ന് എല്ലാരും പറയുന്നേ. ശരിയല്ലേ? കുട്ടിക്കാലം മുതലേ ഇവന്റെ മനസ്സിൽ ഒരു സെൻട്രൽ ജയിൽ വളർന്നു തുടങ്ങിയിട്ടുണ്ട്. ആ സാധനം ഇവന്റെ തലേന്ന് പോയാൽ ഇവൻ നേരെയാവുള്ളൂ. ഇവിടെ എനിക്ക് ആരുമില്ലാന്ന് തോന്നുമ്പോഴാ ഞാൻ അച്ഛനും അമ്മ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് പോണത്. അയ്യോ അതേടോ, സേവരേട്ട തന്നെ ഇന്നു മുതൽ ഞാൻ അച്ഛൻ വിളിച്ചോട്ടെ. അത് വേണ്ട, അല്ലെങ്കിൽ എന്റെ ഭാര്യക്ക് എന്നെ ഭയങ്കര സംശയമാണ്. ബ്ലൗസിന്റെ അളവെടുക്കാൻ വന്നപ്പോ കെട്ടിയതല്ലേ, ആ സംശയം എപ്പോഴും ഉണ്ടാവും. നിനക്ക് എപ്പോഴും ഇങ്ങനെ ജയിലിൽ പോണം എന്നുള്ള ചിന്ത വരാതിരിക്കാനേ ഞാനേ നിനക്കൊരു വിദ്യ പറഞ്ഞു തരാം. നിന്നെ സ്നേഹിക്കുന്ന, നീ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ ഉടനെ കണ്ടെത്തണം. എന്നിട്ട് അവളെ വിവാഹം കഴിക്കണം. അപ്പോ എനിക്ക് ആരുമില്ലേ എന്ന തോന്നലങ്ങ് മാറിക്കിട്ടും. അതെങ്ങനെയാ? അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവർക്ക് വല്ല ചിന്തയുണ്ടോ? കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കണ ഈ മകന് ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചു തരാതെ രണ്ട് പടായി പോയില്ലേ? ഇവർക്ക് ദേവലോകത്തുനിന്ന് പാതാളത്തിൽ നിന്ന് എവിടെന്നെങ്കിലും എനിക്കൊരു മൂദേവിയെ കണ്ടുപിടിച്ച് തന്നൂടെ? മൂദേവി എന്നെ വേണോ? എന്നാ വേണ്ട, ശ്രീദേവി ആയിക്കോട്ടെ. പറഞ്ഞപ്പോ തന്നെ കാണിച്ചു തന്നാ. എന്താണ് ഒറ്റയ്ക്കിരുന്ന് പെറുപിറുക്കുന്നത്? ശരിക്കും നിനക്ക് പ്രാന്തായ? ഇപ്പൊ കൊണ്ട് നടത്തിക്കൊണ്ട് പോ. ചേട്ടാ, ചേട്ടാ, അയ്യോ അയ്യോ, കൊച്ചിന്റെ തല പോയില്ലോടോ. ഫോട്ടോയിലല്ലേ തല പോയുള്ളൂ. അതെ, ഇതൊന്ന് ശരിയാക്കി ലാമിനേറ്റ് ചെയ്ത് തരണം. പിന്നെ ഇതൊന്ന് വലുതാക്കി ലാമിനേറ്റ് ചെയ്ത് തരണം. അഡ്വാൻസ് വല്ലതും വേണോ? എന്താ പറഞ്ഞേ? അഡ്വാൻസ് വല്ലതും വേണോ? അതല്ല, ഈ ഫോട്ടോസ് എന്താ ചെയ്യേണ്ടതെന്ന്. ദൈവമോ, ഓർമ്മ സ്റ്റുഡിയോ എന്ന് പേരിട്ടിട്ട് ചേട്ടന് ഓർമ്മയൊന്നുമില്ലേ? ഇത് ലാമിനേറ്റ് ചെയ്യണോന്ന്. അപ്പൊ മോന് ഫോട്ടോ എടുക്കണ്ടേ? ഓ അങ്ങനെ. എന്തായാലും വന്നല്ലേ ഒരു ഫോട്ടോ എടുക്കല്ലേ? പഴയ കെട്ടിടമായതുകൊണ്ട് നല്ല ചോർച്ചയുണ്ടെന്ന് തോന്നുന്നു. ഫോട്ടോ എടുക്കുമ്പോ ഇതൊക്കെ പിടിച്ചിരിക്കണോ അല്ലേ? എന്തായി കാണിക്കുന്നത്? അത് അവിടെ വെക്കൂ. അത് ലൈറ്റ്. സോറി, ലൈറ്റ് നനയാണ്ടിരിക്കാൻ വെച്ചേക്കണാണ്. അവിടെ ഇരിക്കൂ. ഏയ് എടുക്കണില്ലേ? ഞാനിപ്പോ എടുക്കാറില്ല, കാഴ്ചക്കുറവുണ്ടേ. ഓണറെ വിളിക്കാം. കാഴ്ചക്കുറവുണ്ട്, ഓർമ്മക്കുറവുണ്ട്. കാശിന് വല്ല കുറവുണ്ടാവോ ആവോ? സാറേ, ഞാനെത്തി. നമസ്കാരം സാർ. എന്താ സാറേ വരാൻ പറഞ്ഞേ? വന്നല്ലോ.
ആ കഴിഞ്ഞ ദിവസം പുഴ പോയ ആളുടെ ശവം കിട്ടിയല്ലേ സാറേ? നിന്റെ ഇങ്ങനത്തെ ഒരാളവിടെ കണ്ടിട്ടുണ്ടല്ലോ. അയ്യോ ശിവേട്ടൻ, കഴുത്തിലെന്താ? ടാമ്പ് കൃത്യസമയത്ത് ഇവൻ എത്തിക്കോളാമെന്ന് പറഞ്ഞപ്പോ എന്റെ കട തല്ലി പൊളിക്കാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല സാറേ. 25 വർഷത്തെ എന്റെ സ്വപ്നവും കൈയും കഴുത്തും ഗേൾസിന് മുമ്പിൽ എന്റെ ഈ പ്രായവും ഇവൻ തകർത്ത് കളഞ്ഞില്ലേ സാറേ. എന്റെ കടയുടെ പേര് അറം പറ്റിപ്പോയി സാറേ. വീണ്ടും അതൊരു സ്വപ്നമായി മാറി. എന്നാലും കേസ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ഘാടനം ചെയ്യാൻ പോയ കട തന്നെ തല്ലിപ്പിടിച്ച് വലിയ ചതിയായി പോയില്ലടാ. സാറേ ഇത് കേസുണ്ടാക്കാൻ വേണ്ടിട്ടല്ല, ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചയാളെ പിടികൂടാൻ നോക്കിയപ്പോ സംഭവിച്ചു പോയതാ. ഏതായാലും ഇയാളുടെ പരാതിന്മേൽ കേസ് ഞാൻ ചാർജ് ചെയ്യാൻ പോവാ. അയ്യോ സാറേ ചതിക്കില്ലേ സാറേ, ഇപ്പൊ ഞാൻ അകത്തു പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ആ പാവം പെൺകുട്ടിയുടെ ജീവൻ അപകടത്തിലാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് കേസ് ചാർജ് ചെയ്യില്ല സാറേ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാടോ? ഈ ചേട്ടനുള്ള പണി ഞാൻ കൊടുത്തോളാം. ഇനിയും അതല്ല, ചേട്ടനെ കട പണിത് തന്നോളാം. നഷ്ടപരിഹാരം മൊത്തം ഞാൻ ഏറ്റവും ഉണ്ടാക്കിയാ മതി. ഉണ്ടാക്കും. സാർ കേസ് ചാർജ് ചെയ്യരുത്. ചേടാ, കേസ് ചോദിച്ചു വാങ്ങുന്ന നീ തന്നെയാണ് ഈ പറയുന്നത്. ഈ അവസ്ഥയിൽ ഞാനിവിടെ തന്നെ വേണം സാർ. മാത്രമല്ല ആ പെൺകുട്ടിക്ക് പോലീസ് സംരക്ഷണവും കൊടുക്കണം. അതിന് ആ പെൺകുട്ടി ഇവിടെ ഒരു പരാതി പോലും തന്നിട്ടില്ലല്ലോ. അതൊക്കെ ഞാൻ ആ കുട്ടിയെ കണ്ട് ശരിയാക്കിക്കോളാം സാർ. അപ്പൊ താൻ എന്ത് പറയുന്നു? കേസൊക്കെ ആയി കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് നഷ്ടപരിഹാരം കിട്ടാൻ സമയമെടുക്കും. എനിക്ക് കട പണിത് കിട്ടിയാ മതി. പക്ഷേ അടുത്ത ഉദ്ഘാടനത്തിൽ നിന്നെ ഈ നാട്ടിൽ കാണരുത്. അത് ഞാൻ വാക്ക് തരണു സാർ. പക്ഷെ ഞാൻ ഈ നാട്ടിലുള്ളിടത്തോളം കാലം ചേട്ടൻ ഉദ്ഘാടനം വെക്കരുത്. അതൊക്കെ മണി തിരിച്ചടിക്കണ ആരാ? എന്താ? രാധികയുടെ വീടല്ലേ? ആ അതെ, ഞാൻ രാധികയുടെ ഒരു ഫ്രണ്ടാ. ഒന്ന് വിളിക്കോ? അവളിവിടെ ഇല്ലല്ലോ. അയ്യോ എവിടെ പോയതാ? അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നു. അവളിപ്പോ ട്രെയിൻ കയറി കാണും. ഡൽഹിയിൽ ഒരു ജോലി കിട്ടി പോയതാ. കൈ വിട്ടു പോയല്ലോ ഭഗവതി. എന്താ ആളെ കിട്ടാൻ വല്ല നമ്പർ കിട്ടൂ? എന്താ കാര്യം എന്ന് വെച്ചാ പറഞ്ഞാ മതി. അവള് വിളിക്കുമ്പോ ഞാൻ പറഞ്ഞോളാം. അത് അമ്മാവൻ പറഞ്ഞ ശരിയാവില്ല. എന്റെ ഐ ലവ് യു പോയി. ഇവൻ ആരടാ? പോട്ടടാ, അവളല്ലെങ്കിൽ വേറൊരുത്തി. നീ ഇനി അതോർത്ത് സെന്റി അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടാ പാഞ്ചി? അവളെ കൊല്ലാൻ വന്നതാരാ? എന്തിനാണ് അയാൾ അവളെ കൊല്ലാൻ നോക്കിയത്? ഓ, നീ സീരിയലിലെ ചോദ്യങ്ങൾ പോലെ ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരുന്ന എങ്ങനാ? നീ അവളുടെ കാര്യം വിട്. നിനക്ക് അങ്ങനെയൊക്കെ പറയാം. ആദ്യമായിട്ട് ഇഷ്ടം തോന്നിയൊരു പെണ്ണാ. അവള് പെട്ടെന്ന് അങ്ങോട്ട് പോയപ്പോ ഒരു വിഷമം. ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് എന്തിനാ? ഞാൻ എന്റെ തറവാട്ടിലേക്ക് തിരിച്ചു പോവാ. ഏത് തറവാട്? ജയിലിൽ. ജയിലിലേക്കോ? ഓ, മുഴു ഭ്രാന്തിന്റെ അവസ്ഥാന്തരങ്ങൾ പലതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഒരെണ്ണം. ഓ എന്റെ കർത്താവ്, ഇവനെടുത്തി തോട്ടിലിട്ടാലോ? ഓ തേടി വള്ളി കാലിച്ചു. ഏത് വഴി? എടാ എടാ, ഒറിജിനൽ പോലീസ്. നമസ്കാരം സാർ. എന്താടാ? അല്ല സാറേ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നേ. ഇതെന്താ ട്രാൻസ്പോർട്ട് ബസ് എന്ന് വിചാരിച്ചോ നീ? റോട്ടിൽ കൈ കാണിക്കാൻ. സാർ അന്ന് ആ കടതല്ലി പൊളിച്ച കേസില്ലേ, അതിലേക്ക് എന്നെ ഒന്നുകൂടി അറസ്റ്റ് ചെയ്യണം. ഇവിടെ നിന്നിട്ടൊരു സമാധാനം ഇല്ലെന്ന്. നീ പറയുമ്പോ കേസ് ചാർജ് ചെയ്യാനും വേണ്ടെന്ന് വെക്കാൻ ഇരിക്കുമല്ലേ ഞാൻ. സാർ പ്ലീസ് സാറേ, സാർ എന്നെ മൃഗീയമായിട്ടാണ് കീഴ്പ്പെടുത്തിയെന്നൊക്കെ വേണമെങ്കിൽ ചാനലിൽ പറഞ്ഞു. സാറ് ഫേമസ് ആയിക്കോ. വെറുതെ എന്റെ കൈമന കിടത്താതെ പോടാ, ഇല്ല പൊക്കെടുത്ത് ജീപ്പിലിട്ട് ഞാൻ. അത് തന്നെയാണ് സാർ എനിക്ക് വേണ്ടത്. എന്നെ പൊക്കണം സാർ. സാറേ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സെൻട്രൽ ജയിലിലേക്ക് ആക്കി തരുമോ? സാറിന് 100 പുണ്യം കിട്ടും. പ്ലീസ് സാറേ. ഒന്ന് പോടാ, മനുഷ്യന്റെ ജോലികൾ ഇറങ്ങിയ പന്നി. വണ്ടി എടുക്കോ? സാറേ എന്നെ കളഞ്ഞിട്ട് പോണോ? ഒരു സ്പോർട്സ് സ്പിരിറ്റ് ഇല്ലെന്ന്. എന്തായി? പോലീസുകാരൊക്കെ പുണ്യാളന്മാരായടാ. എടാ പാഞ്ചി, നിനക്ക് പെറ്റീഷൻ എഴുതാൻ അറിയോ? പിന്നെ അപ്പനെതിരെ എത്ര പെറ്റീഷൻ എഴുതിയിരിക്കുന്നു? എന്നാ എനിക്കെതിരെ ഒരു പെറ്റീഷൻ എഴുതോ? എന്തിനാടാ? നിന്നെ ഞാൻ തല്ലി ആശുപത്രിയിലാക്കിന്ന് പറഞ്ഞു. അതിനിപ്പോ ഞാൻ ആശുപത്രിയിലല്ലോ. ആവാൻ പോവല്ലേ? എനിക്കൊരു കാരണം വേണോടാ. ഇവിടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും. ഇവന് തലക്ക് ഓളാണ്. ഒന്നകത്തവൻ എന്താ ചെയ്യാ? അത് കണ്ട, അവന്റെ ദേഹത്തോട്ട് കേറിക്കോ. ഈ നാട്ടിലെ ഏറ്റവും വലിയ മര്യാദക്കാരന് അവൻ കേസ് കൊടുത്തോളൂ. ഓ, കേസ് വരുന്ന വരവ് കണ്ട. അത് കാലിന് ബലമില്ലാത്ത ആളല്ലേ? അപ്പൊ കേസ് ബലാവില്ലേ? 2 കേസല്ലേ? ഒന്ന് വെറുതെ പോയ ഒരാളെ തല്ലി, 2 വൈകല്യം ഉള്ള ഒരാളെ തല്ലി. നീ ഈ കേസിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അവന്റെ കാല് പിടിക്കണം. കറക്റ്റാട്ടാ. ഓ ദൈവം, ഏതൊക്കെ രൂപത്തിലാണ് വിടുന്നത്. സാക്ഷി നോളോട്ടാ. പിന്നെന്താ? ഒരു പണിക്കും പോകാത്ത നീ പണിക്ക് കൊണ്ട് നടക്കുവല്ലടാ. ഞാൻ പണിക്ക് പോണേട്ടാ. ഇടയ്ക്ക് പോവും. അത് ശരി. ഞങ്ങളൊക്കെ ഇവിടെ പണിയിലായിട്ട് തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോ നീ പണിക്ക് പോകല. 5 വർഷം നീ വരില്ല. എന്തായിട്ട് ഒരു കാര്യം കൊണ്ട് തല്ലുന്നത്?
നീ കൊണ്ട് കേസ് കൊടുക്കണ പോലീസ് സ്റ്റേഷനിൽ ഉണ്ണിക്കുട്ടൻ തല്ലിയെന്നും പറഞ്ഞ്. ഓ അതാണ് കാര്യം. ആ. ഈ കേസ് ഞാൻ ഇപ്പൊ തീർത്തരാം. അച്ഛാ! സുഖമില്ലാത്ത- സുഖമില്ലാത്തതാടാ. സുഖമില്ലാത്തതാടാ നീയാ. ആരാടാ ഇവൻ? അയ്യമ്മ! ഉണ്ണിക്കുട്ടാ, ഇത് കാലി തന്നെയാണോ? കേസ് വിടറാ. എനിക്ക് കേസില്ല. എനിക്ക് കേസില്ല. ചെരിപ്പെടുക്കട പട്ടി. എനിക്ക് 2 ഉണ്ട്. ഇനി ഇത് വിട്ടേക്കാം. വേണ്ട വേണ്ടാന്ന് ചേട്ടനെന്താ പണി? പിള്ളേരെ പഠിപ്പിക്കല വളരെ ആശാന. അയ്യോ ഇടപെടാൻ നന്നായി. ഉണ്ണിക്കുട്ടാ, ഞാൻ- നീ ഇപ്പൊ എടാ, ഉണ്ണി പൊട്ടി പാഞ്ചി. കളിയാക്കുന്നതാ പന്നി. അയ്യോ, ഇല്ല. അവിടെ ഇടിച്ച് കാല് പൊട്ടിയതാ. വേണ്ട, ഞാനൊക്കെ. ചേട്ടൻ മാത്രം ഞൊണ്ടിപ്പോ പൊയ്ക്കോ. ഇവനാണോടാ നീ മര്യാദക്കാരെന്ന് പറഞ്ഞേ? ആടാ, അവൻ മര്യാദക്കാരനുണ്ടല്ലോ നിന്നെ കൊല്ലാണ്ട് വിട്ടത്. പോഞ്ചി പേപ്പറും ഇല്ല ഹെൽമെറ്റും ഇല്ല. ആ പാടൂ. ചേട്ടാ, ഇത് ഒറിജിനൽ പഴമല്ലേ? അല്ലടാ, ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കിയതാ. അതല്ല, ഇത് ഓർഗാനിക് ആണോന്ന് ചോദിച്ചതാ. എന്താ? അല്ല, ഇത് കഴിച്ചാ ഓർഗൻസ് അടിച്ചു പോവില്ല. ആ ഓർഗാനിക്കേ. അതൊന്നും എനിക്കറിയാൻ പാടില്ല, ഞാൻ കട്ടോണ്ട് വന്നാ. എടക്കള്ള എന്താടാ ഇവിടെ ആരാ ദോശ വെച്ചേ? പേപ്പർ ശരിയല്ല, പൈസ എടുക്കണോ? ആ താങ്ക് യു സർ. ആ ശരി. കളക്ഷൻ ഇന്ന് വളരെ മോശമാണല്ലോടൂ. സ്വാമി ശരണയ്യപ്പ. തറവാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം? ഇപ്പൊ എവിടെയല്ലേ? നാട്ടില്. ഇങ്ങോട്ട് വരില്ല? ഇല്ലായിട്ട് ഒരു രസമില്ല, ഭയങ്കര ബോറടി. കേസൊന്നും ഒത്തു വന്നില്ല സ്വാമി. പലതും ട്രൈ ചെയ്യണുണ്ട്. ഇപ്പൊ എവിടെയാ നിക്കണേ? ഇവിടെ ടൗണില്. ആ പരിസരത്ത് ഇപ്പൊ എന്തൊക്കെയാ നടക്കണേ? ഇവിടെ ഒരാൾ ദോശ ഓടുന്നുണ്ട്. അത് വേണ്ട. പിന്നെ ഇവിടെ ട്രാഫിക്കിൽ ഒരു രസമായി കൈക്കൂലി വാങ്ങുന്നുണ്ട്. ആ, അയാളെ കരണക്കുറ്റി നോക്കി എന്നാണ് കൊടുക്ക്. ആണോ? ബാക്കിയുമ്പോ വന്നിട്ട് നോക്കാം. ഞാനില്ല ഇവിടെ. ആ ഓക്കേ. സാറേ, കള്ളു കുടിച്ച് വണ്ടി ഓടിക്കണതിന് എത്ര കൈക്കൂലി? കള്ളു കുടിച്ച് വണ്ടി ഓടിക്കുന്നതിന് എത്ര കൈക്കൂലി എന്നൊന്നും ഒതുക്കിയ സാറേ. ഞാൻ പറഞ്ഞേ. ഒറ്റയടി പോലീസുകാരന് 3-4 പേരെ ആശുപത്രിയിലാക്കി ഒരു പടക്കക്കടം കത്തിച്ചു. പിന്നെ പോലീസുകാരനെ തല്ലിയതുകൊണ്ട് കേസിന് ബലം കൂടി. 2 വർഷം തടവ്. പിന്നെ വേറെ കുറെ ആൾക്കാരുടെ കൈയും കാലം പിടിച്ച് സെൻട്രൽ ജയിലിലെത്തി. ഇപ്പോഴൊരു സമാധാനം. എന്തായാലും ഒരു കാര്യത്തിലേക്ക് വലിയ സന്തോഷമുണ്ട്. ഇത്രയും കാലത്തിനിടയ്ക്ക് എനിക്ക് ആദ്യമായിട്ടാ അച്ഛന്റെ 10 നമ്പർ കിട്ടണം. വേറൊരു സംഭവം അറിയൂ? നമ്മുടെ മെറഡോണ, സച്ചിൻ, മെസ്സി ഒക്കെ 10 നമ്പറാ. ഇപ്പൊ എനിക്ക് കിട്ടിയ 10 നമ്പർ. ജയിൽ പുള്ളികളാ. കളിക്കാരാണോ? ഒരു പണിയില്ലാണ്ട് കളിച്ചു നടക്കുന്ന ആൾക്കാരുടെ പേര് പറഞ്ഞ മേലെ കയറിയാലുണ്ടല്ലോ. ഇയാളത് ഏത് ലോകത്താണാവോ? താൻ ലോകകപ്പ് ഒന്നും കണ്ടിട്ടില്ലേ? ഞാൻ ലോകകപ്പ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അയ്യേ, അതറിയില്ലേ? ആൾക്കാർ ലോകകപ്പെന്നും പറഞ്ഞ് ടിവിയുടെ മുമ്പിൽ കുത്തിയിരിക്കുമ്പോഴാണല്ലോ ഇവരൊക്കെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങണത്. പോലീസ് പിടിച്ചില്ലെങ്കിൽ ലോകകപ്പ്, പിടിച്ചാൽ ലോക്കപ്പ്. ആ ഉണ്ണിക്കുട്ടാ, ഓ. നമ്മുടെ സദാശിവം റിലീസായിട്ടോ? ഓ അതെയാ? ആള് പെട്ടു. അല്ല കാതർക്ക, നിക്കാഹിന്റെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? എല്ലാം അറിഞ്ഞടാ. നിക്കാഹ് കഴിഞ്ഞ രാത്രി തന്നെ എന്റെ മോള് പുതിയാപ്പിളോട് എല്ലാം തുറന്നു പറഞ്ഞു. ഓ നല്ലവനാടാ, പോകുന്നതിന് മുമ്പ് എന്നെ കാണാൻ വന്നു. അത് നന്നായി. അപ്പൊ ആ കാര്യത്തിന് സമാധാനായി. സമയേ പിണങ്ങല്ലേ, ഒന്നും ഇങ്ങോട്ട് വാ. എന്ത് പിണക്കടോ? നമ്മുടെ ബ്ലോക്കിൽ പുതിയ അഡ്മിഷൻ എന്തെങ്കിലും വന്നാ? 2-3 വന്നിട്ടുണ്ട്. ഹൗസ്ഫുള്ള് ബോർഡ് വെച്ച് പറഞ്ഞേക്കാൻ പറ്റാത്ത ഇവിടെ മാത്രമാണല്ലോ. പുതിയ അഡ്മിഷനാ ഷിബു. അടിപിടിയേ? അടിയില്ല, പിടി മാത്രമേ ഉള്ളൂ. ബസ്സിലൊരു പെണ്ണിനെ കയറി പിടിച്ചു, അതും മഫ്റ്റിയിലുള്ള വനിതാ പോലീസിനെ. നടയടിയും സൈന്യപ്രതിഷ്ഠൊക്കെ കഴിഞ്ഞോ? ഓ അതൊക്കെ കഴിഞ്ഞ് 5ാം ബ്ലോക്കിന്റെ വക വെടിവഴിപാടും ഉണ്ടായിരുന്നു. ഇവിടെ വാ, മേസ്തിരി കാണട്ടെ. ഇതെന്താണ് ഗോതമ്പിന്റെ ഷഡ്ഡിയാ? എന്റെ ഭാവനയിൽ ഉരിഞ്ഞതാണ് ചേട്ടാ. അല്ല, വിരിഞ്ഞതാണ് ചേട്ടാ. മനസ്സിന് മുഴുവൻ ഷെഡിയായിട്ട് നടക്കുക. സ്ത്രീകളും കുട്ടികളും ദ്രോഹിക്കുന്ന ആൾക്കാരെ എനിക്ക് വെറുപ്പാ. തന്നെ നീ മെസ്സിലോ ബസ്സിലോ കണ്ടുപോരും. ഇല്ല, കാണില്ല. മനസ്സിലായോ? സ്വാമി, അയാളുടെ ഒന്നും വാങ്ങണ്ട. ഓക്കെ, ഈ പറഞ്ഞോട് മാത്രം. അത് സൈമൺ.
എന്താ ആളുടെ കേസ്? ഫേമസ് പാർട്ടിയാ. കോളേജ് പഠിക്കുമ്പോൾ തന്നെ കൂമ്പൊടിഞ്ഞ് രാഷ്ട്രീയ കൊലപാതകം. കോടതി ലൈഫ് അടിച്ച് കൈ കൊടുത്ത് ജീവപര്യന്താ. ഭാഗ്യവാൻ. ഇനി 14 വർഷം ഇതിനകത്ത് അടിച്ചു പിടിച്ച് കഴിഞ്ഞൂടെ? അതിനൊക്കെ ഉണ്ടല്ലോ ഒരു യോഗം വേണം. ശരിക്കും കിട്ടണെങ്കിൽ 2 ജീവപര്യന്തം കിട്ടണം. ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കാലോ. എന്റെ പൊന്നോ, ഈ ലോകത്ത് ഇവന് മാത്രം ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്നോട് കളിച്ച് ഊതിക്കൊല്ലിഞ്ഞു. പിന്നെ പുതിയ ആൾക്കാരെ ശ്രദ്ധയ്ക്ക് സീനിയേഴ്സിനെ ബഹുമാനിച്ചു പോയങ്ങൊക്കെ കൂടെ ജീവിച്ചു പോവാ. അല്ലൊക്കെ ഞാനൊക്കെ ഭയങ്കര കച്ചറയാ. മനസ്സിലായോ? ഞങ്ങളെല്ലാരും. പിന്നെ ഈ മുളകിനെ ഞെട്ടിപ്പോക്കാൻ എന്തിനാ കത്തി? ചെടിന്ന് കൈകൊണ്ടല്ലേ പൊട്ടിക്കിന്? കത്തി താഴറ. എന്റെ അച്ഛനാ പറഞ്ഞു. ആരാടാ കിരീടം കളിക്കുന്നത്? ഒന്നുമില്ല, കടുകരിനെ കത്തി ചോദിച്ചാ കിട്ടി കിട്ടി. എന്റെ ശ്രീ പരമേശ്വര കാത്തുരക്ഷിക്കണേ. ഇന്നും സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ. എന്നും അമ്പലത്തിൽ പോകുമോ? രാവിലെ ഒരു പ്രാർത്ഥന പതിവാ. അത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും. സൈമൺ വേണമെങ്കിൽ ചർച്ചൊക്കെ അവിടെ ഉണ്ട്. കോളേജിൽ ക്ലാസ് എടുക്കാൻ പോവാ. ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്തതാ. ഓഹോ, പുസ്തകമാണല്ലേ. അല്ല, താനൊന്നും വായിക്കാറില്ലേ? ഞാനോ? എനിക്ക് ഭയങ്കര വായനശീല. കണ്ട എല്ലാ ബോർഡും വായിക്കും. ഇവിടെ പാർക്ക് ചെയ്യരുത്, പുകവലി പാടില്ല, അന്യർക്ക് പ്രവേശനമില്ല, ആരും അന്യരല്ല, തള്ളുക തുറക്കുക, അങ്ങനെ എല്ലാം വായിക്കും. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അടിപിടിക്കിടയിൽ ഒരാള് അറിയാണ്ട് തട്ടിപ്പോവും. അല്ലെങ്കിൽ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ നോക്കുമ്പോ ഒരാൾ തട്ടിപ്പോവും. അതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ രാഷ്ട്രീയത്തിന്റെ പേരില് ഒരാളെ കൊല്ലാൻ എങ്ങനെ സാധിക്കണേ? ചോദിച്ചു കുഴപ്പമായ. രാത്രി ഉറക്കത്തിൽ ഇയാൾ എന്നെ കൊല്ലൂ. ഞാൻ കിടക്കണടുത്ത് സാമിയെ കിടത്താം, സാമി കിടക്കണടുത്ത് ഞാൻ കിടക്കാം. ഇനി ഇയാള് സാമിനെ കൊല്ലാനാണ് പ്ലാൻ ചെയ്തേക്കണെങ്കിലോ? എന്റെ ഉറക്കം പോയി. ഒന്നുകൂടി പ്രാർത്ഥിച്ചേക്കാം. പാവം, സ്റ്റഫ് കിട്ടാത്തതിന്റെ സങ്കട. ചോറ് മീൻ കറി. ഇതിലേതാ എന്റെ പെണ്ണ്? അവിടെ കണ്ട ആ പാത്രം കഴിക്കുന്ന പെണ്ണില്ലേ? ഇവള് നല്ല മേച്ചാണല്ലോ. അതല്ല, അപ്പുറത്ത് കിണണ്ട വെണ്ണക്കട്ടി. അതാണോ? ചേര മറ്റതേ. ഓക്കെ, ചേച്ചി എനിക്ക് അറിയണ്ടോ? ഇല്ല. അമ്മെങ്കിലും അവൾക്ക് 90 വയസ്സുള്ള ഒരു മുത്തശ്ശിന്റെ എടുക്കട്ടെ. അത് ചാവുമ്പോ എടുത്താ മതി കേട്ടോ. വിളമ്പിക്കോ. അതെ, എന്റെ നാട്ടുകാരോട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ. അല്ല, ആ വെളുത്ത കുട്ടിയുടെ സുഖാണോന്ന് ചോദിക്കണോണ്ട് കുഴപ്പമുണ്ടോ? ഔട്ട് ഓഫ് ദ റൂൾ ആണ്. നീ പൊന്നമ്മ സാറിനോടൊന്ന് ചോദിച്ചോ. താങ്ക് യു ഗോപി. അല്ലല്ല, ചേട്ടന്റെ സ്ഥാനത്ത് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പറയുമ്പം സോറി. പോടാ. ഇന്ന് കൂടുതൽ സുന്ദരിയുണ്ടല്ലോ. ഫേഷ്യൽ വല്ലതും ചെയ്താ? ഇല്ല, വെറുതെ. എന്തായാലും മുഖത്തൊരു തിളക്കമുണ്ട്. അമ്മായിമ്മ നാട്ടിൽ പോയാ? അതെ, 2 ദിവസമായിട്ട് ബേദാം മിൽക്ക് കഴിക്കുന്നുണ്ട്. ചിലപ്പോ അതിന്റെ ആയിരിക്കും. അല്ലെങ്കിൽ പൊന്നമ്മ സാർ മുടിഞ്ഞ ഗ്ലാമറ സിനിമയിലൊക്കെ അഭിനയിക്കാൻ കൂടെ. ഒന്ന് പോടാ. ഞാൻ പോവില്ല. കേട്ടോ ഗോപി സാറേ, ഇവന്റെ ഓരോ വർത്താനങ്ങളെ എന്നോട് സിനിമയിൽ അഭിനയിച്ചൂടെ? അഭിനയിക്കുന്നു. പോലീസായിട്ട് നമുക്ക് ബുദ്ധി വളർന്നിട്ടില്ലേ? എന്താ ഗോപി സാറിന്റെ അഭിപ്രായം? അഭിനയിക്കണോ? പിന്നെ അഭിനയിക്കണം. ഭയങ്കര പ്രശ്നല്ലേ ഗോപി സാർ എപ്പോഴും പറയാറില്ലേ? പൊന്നമ്മ സാർ നടക്കുമ്പോ മുഖത്ത് മാത്രമല്ല ബാക്കിലും ഭയങ്കര പ്രശ്നമാണ്. സാറൊന്ന് മോൻ കൊണ്ട് കാണിച്ചില്ലേ? പൊന്നമ്മ സാർ നടക്കുമ്പോഴേ സാറാള് കൊള്ളാലോ. ഇങ്ങനത്തെ വൃത്തിയോടുകളൊക്കെയാണോ ഇവന്മാരോട് പറയുന്നത്? മനുഷ്യൻ ഇനി മര്യാദയ്ക്ക് നടക്കാനും കൂടെ പറ്റത്തില്ല. എന്തൊരു കഷ്ടമാണ്. ഞാനിങ്ങനെ അവരുടെ മുഖത്ത് നോക്കൂടാ. അതിന് സാർ എപ്പോഴും അവരുടെ മുഖത്ത് നോക്കിയിട്ടുള്ളത്. എന്തായാലും പൊന്നമ്മ സാറ് പോയി. എനിക്ക് ഇനി എന്റെ നാട്ടുകാരായിട്ട് ധൈര്യമായിട്ട് സംസാരിക്കാം. പിന്നെ സാറ് നടക്കുമ്പോഴുണ്ടിട്ട് കുഴപ്പം. പൊന്നമ്മ സാറ് പറഞ്ഞതാ. ഞാൻ നടക്കുമ്പോ അങ്ങനെയുണ്ടോ? എന്താ കഴിക്കുന്നില്ലേ? തിരക്ക് കഴിയട്ടെ എന്ന് കരുതിയോ? കിച്ചണിലെ മേസ്തിരി ഞാനാ. ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കുന്ന ബെസ്റ്റ് ഫുഡാട്ടാ. കഴിച്ചിട്ട് എരിവോ പുളിയോ എന്തെങ്കിലും കൂട്ടണമെങ്കിലോ കുറയ്ക്കണമെങ്കിലോ പറഞ്ഞാൽ മതിട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ട ഐറ്റങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ആരും കാണാതെ ഞാൻ ചോറിൽ കുഴിച്ചിട്ട് കൊണ്ടുതരാം. വലിയ വലിയ കല്യാണ വീട്ടിലെ പോലെ ഇവിടെയും ബൊഫയാ. അല്ല, അവിടെ ചെന്ന് പാത്രം നീട്ടിയാൽ എന്തെങ്കിലും തരുള്ളൂ. വരൂ, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് വാങ്ങിച്ചിട്ട് വരണോ? വേണ്ട.
ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്നിരുന്നു. അപ്പോഴേ ജോലി കിട്ടി ഡൽഹിക്ക് പോയി നടന്നത്. ജോലി എന്താന്ന് ഇപ്പോഴാ മനസ്സിലായത്. അല്ല, അന്ന് കൊല്ലാൻ വന്നാരാ? നിങ്ങളുടെ മയക്കുമരുന്ന് മാഫിയയിൽ ആരെങ്കിലും? അതൊന്നും വലിയ കാര്യാക്കണ്ടെന്നേ. പഴയ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മറന്നു കളയേ. ഞാൻ ജനിച്ചു വളർന്ന എന്റെ വീട്ടിലേക്ക് കുട്ടി വലതുകാലം എടുത്ത് വെച്ച് വന്നിരിക്കുക. 2 വർഷം എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും പോയിരിക്കും. ഒന്നുകൊണ്ട് വിഷമിക്കണ്ടെന്നേ. ഈ മതിലിന്റെ അപ്പുറത്ത് ഞാനുണ്ട്. എന്താ ആവശ്യം ഉണ്ടെങ്കിലും ഉണ്ണിക്കുട്ടാ എന്നൊന്ന് വിളിച്ചാൽ മതി. സെല്ലിൽ കിടന്ന് ഞാൻ വിളിയേക്കും. പിന്നെ ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ബിസിനസ് വേണ്ടട്ടോ. ഡ്രഗ്സേ. അതെ, ഒന്ന് നിൽക്കൂ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോട്ടെ, ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് പുറത്തിറക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂട്ടെ. ഇതെന്താ ബാറോ? ഇവര് വളഞ്ഞോ? ഇപ്പോഴൊക്കെ എങ്ങോട്ട് നോക്കിട്ടാ പ്രേമിക്കുന്നേ? അതെ, അതല്ലെന്നേ. ആ കുട്ടിയോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനോട് എന്റെ ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് അതിനൊരു ഉത്തരം ചോദിച്ചു വെക്കണം. എന്റെ ജീവിത പ്രശ്നമാണ്, മടി കാണിക്കരുത് പ്ലീസ്. നീ ചെല്ല്. അതെ, ഈ സാറിന് ഞാൻ ഗോപി സാറിന് കൊടുത്തിട്ട് ഒന്ന് പോടാ. എന്താടാ? പാവന്റെ അമ്മ, ഞാൻ രാത്രി എത്ര വൈകിയാലും എനിക്ക് ഭക്ഷണം വെച്ച് കാത്തിരിക്കായിരുന്നു. ആ എന്റെ അമ്മ ഇപ്പൊ. അമ്മയ്ക്ക് അത്രയ്ക്ക് സ്നേഹമായിരുന്നു. ആ അമ്മയോട് എനിക്കും ഭയങ്കര സ്നേഹമായിരുന്നു. പാവം. കരയാതെ മിണ്ടാതെ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോണ പട്ടി. അവൻ അവന്റെ അമ്മയുടെ കാര്യം പറഞ്ഞല്ലേ? ആ അമ്മ തല്ലി കൊന്നേനെ ഇവനിവിടെ വന്ന് കിടക്കണേ. മനഃപൂർവ്വം ചെയ്തല്ല, കഞ്ചാവടിച്ച് റിലേ പോയിരിക്കായിരുന്നു. അപ്പൊ എന്റെ പ്ലേറ്റിലെ ചോറ് പൂച്ച തിന്നാണ്ട് ചെറുവത്തടിക്ക് തലക്കടിച്ചതാണ്. പക്ഷെ പൂച്ചയുടെ സ്ഥാനത്ത് പൂച്ചയായിരുന്നില്ല, എന്റെ അമ്മയായിരുന്നു. നാട്ടുകാരും വീട്ടുകാരും എന്നെ കുറ്റപ്പെടുത്തി. അപ്പോഴും അച്ഛനെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ച്. എന്നിട്ട് ഇപ്പൊ സമാധാനമായിട്ട് ചെറിയമ്മേനെ കല്യാണം കഴിച്ച് ജീവിക്കണം. പാട്ടി വേണ്ട, സങ്കടം വരുമ്പോ എനിക്ക് വിശപ്പ് കൂടും. കൊറേ നേരമല്ലേ കുഞ്ഞിരിക്കണു. ഏതക്ഷര നോക്കണേ? ഏയാ? അത് കൊറേ ഉണ്ടല്ലോ അതിനകത്ത്. ഇതൊക്കെ എവിടെന്നാ? ലൈബ്രറി പറഞ്ഞല്ലേ? ഓ, അവിടുത്തെ സാറിന് ഭയങ്കര ഗമയാ. ഞാനിന്ന് ലൈബ്രറി ചെന്നപ്പോ അവിടെ നിന്ന് എന്നെ ഇറക്കി വിട്ടു. മേലെ ഇങ്ങോട്ട് വരാൻ പാടില്ലെന്നും പറഞ്ഞു. അതെന്തിന്? ഞാനിപ്പോ ഒരു ലവിലൊക്കെ പെട്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഞാൻ കുറച്ച് ലവ് സ്റ്റോറി ഒക്കെ വായിക്കാൻ വേണ്ടി ചെന്നതാ. ഞാൻ ആ സാറിനോട് ചോദിച്ചു, സാറേ ലവ് സ്റ്റോറി വായിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന്. അപ്പൊ പറഞ്ഞു ചെമ്മീനുണ്ടെന്ന്. ഞാൻ പറഞ്ഞു തിന്നാനല്ല വായിക്കാനാണെന്ന്. അപ്പൊ പറഞ്ഞു കയറുണ്ടടാന്ന്. ഞാൻ ചോദിച്ചു കെട്ടിത്തൂക്കി ചാവാനാണോന്ന്. എന്നെ പിടിച്ചൊരു തള്ളാണ്. എന്നിട്ട് ഞാൻ വിനയത്തോട് ചോദിച്ചു, സാറേ തകഴിയുടെ പോകുമ്പോഴുണ്ടോന്ന്. സാറ് ചാടി എഴുന്നേറ്റ് ഈ പാന്റ് അങ്ങോട്ട്. എന്തൊരു കഷ്ടം ഇത്. അല്ല, പാന്റിന്റെ ബെൽറ്റ് അങ്ങോട്ട് വലിച്ചൂരിട്ട് എന്നെ തല്ലാൻ വന്നു. ഞാൻ അത് പറയാൻ വന്നാണ്. അത്രേ ഉള്ളൂ അല്ലേ? ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചു. പൂവമ്പഴം തകഴിയല്ല, ബഷീറും എഴുതിയിട്ടുണ്ട്, കാരൂരും എഴുതിയിട്ടുണ്ട്. ഇവരൊക്കെ മലയാളത്തിലെ മഹാമാരായ എഴുത്തുകാരാ. അപ്പൊ ഏത്തപ്പഴം എഴുതിയാരാ? ഏത്തപ്പഴം എഴുതുവാണോടോ? പുഴുങ്ങി തിന്നുവല്ലേ? ഞാനൊന്ന് പഠിച്ചോട്ടെ, ഞാനൊന്ന് തിന്നോട്ടെ. അതെ, അവൻ പരീക്ഷ എഴുതാൻ പ്രത്യേക സാങ്ഷൻ വേണ്ടി അപേക്ഷിച്ചിരിക്കുക. MA പൊളിറ്റിക്സാ. ഞങ്ങൾക്കൊക്കെ വിവരില്ല നിൽക്കാൻ. ഇത്രയും പഠിപ്പുള്ള എന്തിനാ കൊല്ലും കൊലിക്കൊക്കെ പോയത്? മിണ്ടേ സ്വാമി, ഭഗവാന്റെ ഉഗ്രം അടിച്ചു മാറ്റാൻ തനിക്ക് ആരും ഉപദേശിക്കാനുള്ള അവകാശം ഇല്ല കേട്ടോ. അടിച്ചു മാറ്റാന്ന് മാത്രം പറയട്ടോ. കുറച്ച് ദാരിദ്ര്യം വന്നപ്പോ ഞാൻ ഭഗവാന്റെ അടുത്ത് ചെന്ന് കോയമ്പത്തൂർ വരെ പോവാണ്, എന്റെ കൂടെ പോരുന്നെന്ന് ചോദിച്ചു. ഇവര് ഈ സ്ഥിരം പൂജയും വഴിപാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ബോറടിച്ചിരിക്കുകയാണല്ലോ. കേൾക്കേണ്ട താമസം എന്റെ കൂടെ ഇറങ്ങി കൊണ്ട് പോകുന്നു. ഞങ്ങൾ രണ്ടാളും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴാണ് പോലീസ് വന്ന് പിടിച്ച്. എന്നിട്ട് ഞങ്ങൾക്ക് കേൾക്കണോ, ഇതേ പോലീസ് എന്നെ കുനിച്ചു നിർത്തി ഇടിച്ചപ്പോഴും ഭഗവാനെ തന്നെ ഞാൻ വിളിച്ചത്. അതാണ് എന്റെ ഭക്തി. തന്റെ ഒരു ഭക്തി ദൈവങ്ങളോടെ കളിക്കണെന്ന് ഓർത്തോ? ആ ഇവർക്കൊക്കെ ഒന്ന് ടൂർ പോണ എന്റെ സഹായം വേണം. എന്നിട്ട് കുറ്റം മുഴുവൻ വെക്കും. ദൈവങ്ങൾക്ക് പോലൊരു ഉപകാരം ചെയ്യണം. എന്താടാ, നീ ഇപ്പഴേ കിടന്ന് ഉറങ്ങാൻ പോവാണോ? ഹേയ്, എനിക്കെങ്ങനെ ഉറങ്ങാൻ പറ്റും അവളുടെ മനസ്സറിയാതെ? അവൾക്ക് നിന്നെ ഇഷ്ടാവും. മനസ്സ് നിറച്ച് നന്മയുള്ളവരെ ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയുക? ഇത് പഠിച്ചു കഴിഞ്ഞാ എന്തിനാ? വായിക്കാനാ? വായിക്കാനല്ല, തലക്ക് വെക്കാൻ. മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്കടാ. പുസ്തകത്തിന് എന്താ കനം? വെറുതെ ഇത് വായിക്കുന്ന ആൾക്ക് ഇത്ര തലക്കനം.